ഞാൻ പോന്നിരിക്കുന്നത് വൈറ്റില ഹബിലാണ്. നമുക്ക് പ്രിയദർശിനി ബസ് വന്നതിന് ശേഷം പ്രൈവറ്റ് ബസ്സുകാരുടെ ജീവിതത്തിലോട്ടൊന്ന് എത്തി നോക്കാം. പ്രിയദർശിനി സർവീസ് വന്നതോടുകൂടി പ്രൈവറ്റ് ബസ്സിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം അതൊരു നല്ല കാര്യമാണെങ്കിൽ പോലും സ്ത്രീകൾക്ക് എല്ലാവരും അർഹതയുള്ളവരും അർഹതയില്ലാത്തവരും ഒക്കെ ആയിട്ട് അവിടെ യാത്ര ചെയ്യുകയാണ്. ഇപ്പം ഞങ്ങളെല്ലാം കാലിക്കാണ് ഓടുന്നത്. ഡീസൽ അടിക്കാനുള്ള പൈസ പോലും ഇപ്പൊ കിട്ടാറില്ല. അപ്പം അത് ഒരു ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. സർക്കാർ ഇത് എന്തെങ്കിലും ഇത് ഒന്ന് നല്ലൊരു ഇതായിട്ട് എടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പ്രിയദർശിനി വളരെ മോശമാണ്. കളക്ഷനുകൾ വളരെ മോശമാണ്. നമ്മൾ സർക്കാരിനൊന്നും കുറ്റം പറയുന്നത് ജനാധിപത്യ പ്രക്രിയ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ ചെയ്ത ഒരു വാഗ്ദാനം എന്നാ പറയുന്നത്. അതിന് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. പിന്നെ കളക്ഷൻ തീരില്ല, ശമ്പളമില്ല. ഒരു 10 ദിവസം കയറിയിട്ട് സത്യം പറഞ്ഞാൽ 1000 രൂപ പോലും കിട്ടിയില്ല. ഇതുകൊണ്ട് 10,000 കിട്ടണം. 1000 രൂപ പോലും തികച്ചു കിട്ടിയില്ല. അത്രയും പരിതാപകരമാണ്. വളരെ കളക്ഷനൊക്കെ വളരെ കുറവാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഹബിലെത്തിക്കഴിഞ്ഞാൽ ഡീസൽ അടിക്കാനും പൈസ ഉണ്ടാവില്ല. വൈകുന്നേരം ബാലൻസ് കൊടുക്കുമ്പോൾ ഉണ്ടാവില്ല. നമുക്ക് ശമ്പളത്തിലും വളരെ കുറവാണ് ഇപ്പോൾ വരുന്നത്. നമ്മൾ കളക്ഷൻ ബാറ്റൊക്കെ പണിയെടുക്കുന്ന തൊഴിലാളികളാണ് എല്ലാവരും. അപ്പൊ അത് വളരെ വളരെ അധികം ബുദ്ധിമുട്ടിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് സൗജന്യ യാത്ര വന്നതോടുകൂടി തന്നെ മൊത്തത്തിൽ പ്രൈവറ്റ് ബസ്സുകാരുടെ എല്ലാവരുടെയും അവസ്ഥ വളരെ മോശമാണ്. ഇപ്പൊ ഡീസൽ അടിക്കാനൊന്നും പൈസയില്ല. എല്ലാവരും കടത്തിലാണ് വണ്ടി ഓടുന്നത്. അതേപോലെ ആൾക്കാരില്ല. ഒരുപാട് ബുദ്ധിമുട്ടാണ്. അതൊന്നും എല്ലാവരും കണ്ട് ഒന്ന് പ്രൈവറ്റ് ബസ്സുകാരുടെ അവസ്ഥ എങ്ങനെ മനസ്സിലാക്കി ചെയ്താൽ വളരെ നല്ല ഉപകാരമായിരിക്കും. ഇത്ര നേരം നമ്മൾ സാധാരണ പ്രൈവറ്റ് ബസ്സുകാരുടെ ജീവിതത്തിലോട്ട് ഇറങ്ങിച്ചെന്നപ്പോൾ അവരുടെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും നമ്മൾ തൊട്ടറിഞ്ഞു. ഇതിൽ നിന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം, പ്രൈവറ്റ് ബസ് വല്ലാത്തൊരു പ്രതിസന്ധിയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് മുതലാളിമാരെയായാലും ജീവനക്കാരെയായാലും വല്ലാണ്ട് ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയദർശിനി ബസ് എന്നുള്ളത് അർഹതപ്പെട്ടവർക്ക് മാത്രമായിട്ടുള്ള ഒരു ആനുകൂല്യമായിട്ട് കണക്കാക്കുക. അതിനുള്ള നിയമ നടപടികളും പെട്ടെന്ന് തന്നെ എടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു.